നമ്മളോടൊരാൾ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, വിഷമങ്ങൾ ഒക്കെ പറയുമ്പോൾ നമ്മളത് കേട്ടിരിക്കുക. നമ്മൾ ഒരു അറ്റൻഷൻ കൊടുക്കുക അവർക്ക്. കേട്ടിരിക്കുക എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി ഇവളെന്താ പറയുക എന്ന് അല്ല ചെയ്യേണ്ടത്. അവർ പറയുന്ന മൊത്തം കേട്ടിരിക്കുക. പിന്നെ അവർക്കതിനുള്ള സൊല്യൂഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കാണ്ടിരിക്കുക. എന്താണെന്നറിയോ? സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഒരു വ്യക്തി വന്നിരുന്ന് പറയുകയാണ് ഞാൻ മരിക്കാൻ പോവുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മിണ്ടാണ്ട് കേട്ടിരിക്കരുത്. അതിന് നിങ്ങൾ സൊല്യൂഷൻ കൊടുക്കണം. മരിക്കരുത്, മരണമൊന്നൊരു പരിഹാരമല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. പിന്നെ അവരുടെ വേദനകൾ പറയുമ്പോൾ മരണം ഒഴിച്ച് ബാക്കി എന്ത് വേദനകൾ പറഞ്ഞാലും നിങ്ങൾ കേട്ടിരിക്കുക. ഒരു വ്യക്തിയോട് പറയുന്നത് കാരണം ഒരു വ്യക്തിയോട് പറയാൻ കാരണം ആൾക്ക് അറിവില്ലായ്മയാണ്. അതൊരു വ്യക്തിയോടല്ല പറയേണ്ടത്, ഒരു ഡോക്ടറോടാണ്. ചിലപ്പോൾ ഡീപ്പല്ലാത്ത കുറച്ച് ഓഞ്ഞ ഫ്രണ്ട്സിനോടും പറഞ്ഞെന്നിരിക്കാം. ചിലപ്പോൾ ആരെങ്കിലും ചിലപ്പം എൻ്റെ വിഷമം അവർ മനസ്സിലാക്കുമെന്ന് വിചാരിച്ച് പറഞ്ഞെന്നിരിക്കാം. പക്ഷേങ്കിൽ അത് ആ വ്യക്തിയുടെ ഡിപ്പെൻഡ് അനുസരിച്ചിട്ടാണ് പോയി പറയുന്നത്. നിങ്ങൾ കേട്ടിരിക്കുക. അല്ലാണ്ട് നിങ്ങൾ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ സൈക്കോളജി പഠിച്ചവരോ ഒന്നുമല്ല. നിങ്ങളിപ്പോൾ ഒരു പെണ്ണ് പറയാണ് എൻ്റെ അമ്മായിയച്ഛൻ ഭയങ്കര ഉപദ്രവമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അയ്യോ ആണോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യൂടെ? നീ ആലോചിച്ച് തീരുമാനിച്ച ഒരു സൊല്യൂഷൻ നീ തന്നെ കണ്ടെത്തണം. അല്ലാണ്ട് നീ സഹിക്ക്, അല്ലാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ എന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതിനൊക്കെ സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തേണ്ടത് ഒരു ഡോക്ടറെ കണ്ടിട്ടാണ്. അതിനാണ് ഡോക്ടേഴ്സ് ഉള്ളത്. എന്ത് സൊല്യൂഷന് നിങ്ങൾ ഡോക്ടർ പറഞ്ഞു തരും. ഒരിക്കലും ഒരു മനുഷ്യൻ നമുക്ക് പറഞ്ഞു തരില്ല എന്നല്ല. അവർ പറയുന്നത് നീ ചിലപ്പോൾ പറഞ്ഞു തന്നെന്ന് വെച്ചോ, അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ആ സൊല്യൂഷൻ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത്. അവർ ഈ പറഞ്ഞു തന്നത് സ്വീകരിക്കണോ? ഞാൻ ഇനി എൻ്റെ അച്ഛൻ്റെ ഇല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെയും കുടുംബക്കാരുടെയൊക്കെ അടി ഞാൻ കൊണ്ട് ജീവിക്കണമെന്നാണ് ഈ പറഞ്ഞ വ്യക്തി എന്നോട് പറഞ്ഞു തരണേ. അപ്പം ഞാൻ കൊള്ളാമല്ലേ, എന്നാൽ അവരുടെ അടി കൊണ്ടങ്ങ് ജീവിക്കാമല്ലേ എന്നൊക്കെ ചിന്തിക്കും. അപ്പം നമ്മൾ ഒരു വ്യക്തിയെ ചെന്ന് വിഷമങ്ങൾ പറയുന്നത് ആ വ്യക്തിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അവരുടെ അടുത്ത് നിന്ന് കുറച്ച് ആശ്വാസം കേൾക്കും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട്. അപ്പോൾ പരമാവധി നിങ്ങൾ ഒരു വ്യക്തമായൊരു മറുപടി കൊടുക്കരുത്. നിങ്ങൾ പറയടി നീ ഒരു കാര്യം ചെയ്യും, ഒരു ഡോക്ടറെ കാണും, ആരും അറിയാണ്ട് ഒരു ഡോക്ടറെ കാണും. അപ്പോൾ ഡോക്ടർ അതിൽ നിന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്തി തരും. ഞാൻ എന്ത് പറയാനാടി എന്ന് പറയുക. അല്ലെങ്കിൽ ആണുങ്ങളായാലും അതെ, എടാ എന്ത് പറയാനാ, ഇതിലിപ്പം ഞങ്ങൾ എന്ത് മറുപടി പറയാൻ ആർക്കും അറിയില്ല, ആർക്കും സൊല്യൂഷൻ അറിയില്ല. അറിയാന്നുള്ള ഡോക്ടേഴ്സാണ്. അപ്പോൾ എല്ലാവരും നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളുടെ സൊല്യൂഷൻ കണ്ടെത്തുക. ആർക്കും സൊല്യൂഷൻ അറിയില്ല എന്നല്ല, പലർക്കും അറിയാം. പക്ഷെ എങ്ങനെ സ്വീകരിക്കണം, എന്ത് സ്വീകരിക്കണമെന്ന്, എങ്ങനെ ഏത് വഴിക്ക് ഏത് തീരുമാനിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഡോക്ടേഴ്സ് പല സൊല്യൂഷൻ തരും. അതിൽ നിങ്ങൾക്ക് ഏതാണോ ഇത് എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നു നിങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യണം. ഒരു സമാധാനത്തിന് വേണ്ടി നമ്മളെ വിഷമങ്ങൾ ഒരാളോട് പറയുമ്പം ഭയങ്കര കെയർഫുള്ളായിട്ട് പറയുക. അത് നമുക്ക് തിരിച്ചൊരു ആയുധമായിട്ട് വരാതിരിക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണ് പലരും ചെയ്യാറ്. തിരിച്ചതൊരു ആയുധമായിട്ട് അവർ മുതലെടുക്കും. അപ്പോൾ അത് ആയുധമായിട്ട് വരാത്ത രീതിയിൽ വേണം നമ്മൾ പറയാൻ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നിങ്ങളുടെ സൊല്യൂഷൻ നിങ്ങളുടെ കൈകളിൽ തന്നെയുണ്ട്. അല്ലാണ്ട് അവർ പറയുന്നത് ശരി, ഇവർ പറയുന്നതൊന്നും അല്ല ശരി. നല്ലൊരു ഡോക്ടറെ കണ്ടിട്ടൊക്കെ തീരുമാനങ്ങൾ എടുക്കുക. വിഷമങ്ങളില്ലാത്ത മനുഷ്യരില്ല, എല്ലാവർക്കും വിഷമങ്ങളുണ്ട്. ആ വിഷമത്തിൽ നിന്ന് എങ്ങനെ കരകയറണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ.